ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ എൽദോ തിരുവാണിയിൽ. അപ്പൊ കഴിഞ്ഞ 20 വർഷമായിട്ട് എറണാകുളം ജില്ലയിൽ തിരുവാണിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഈസി പ്രൊഡക്റ്റ് കമ്പനി ഒട്ടനവധി ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈസി ബെഡ് ആൻഡ് ചെയർ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുന്ന രോഗികളെ കിടക്കുന്ന പൊസിഷനിൽ അതേ രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് പോയി ബാത്റൂമിൽ കൊണ്ടുപോവുക, കുളിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാൽ ഇത് കണ്ട ഇതേപോലെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് ഹൈറ്റ് കൂട്ടി കൊടുക്കുക. ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ട് നമ്മൾ ബെഡിന്റെ മേളിലേക്ക് കൂടെ ഇതേപോലെ നമ്മൾ ബെഡിലേക്ക് അങ്ങോട്ട് കയറ്റി നമ്മൾ അങ്ങ് നിർത്തിയതിന് ശേഷം നമ്മൾ മാക്സിമം ഇതിന്റെ ഹൈറ്റ് നമ്മൾ കുറച്ച് കൊടുക്കുക. ബെഡിലേക്ക് ഇങ്ങനെ അങ്ങ് കുറച്ച് കൊടുക്കുക. അപ്പൊ അതിനുശേഷം ഇങ്ങനെ രോഗികളെ കിടക്കുന്ന രോഗികളുണ്ടല്ലോ, ഇതേപോലെ ജസ്റ്റ് നമ്മളൊന്നിങ്ങ് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 85% അവര് നമ്മുടെ ഈസി ബെഡ് ആൻഡ് ചെയറിലേക്ക് കയറും. ബാക്കിയുള്ള കുറച്ച് ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവരൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ ബെഡ് ആൻഡ് ചെയറിൽ കയറി കഴിഞ്ഞു അവര്. അതിനുശേഷം അവർക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഭാഗമുണ്ട്. ഇത് നമ്മൾ ഇവിടെ ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അതേപോലെ ഈ സൈഡിൽ ഒരു ഭാഗമുണ്ട്, ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്ത ഒരു ഹാൻഡ് റെസ്റ്റ് ആണിത്. അപ്പൊ സേഫ്റ്റി വിത്ത് ഹാൻഡ് റെസ്റ്റ് ഐറ്റം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈഡ്രോളിക്കിൽ ഇവരെ ബെഡിൽ നിന്ന് പൊക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യണത്. ഇത് കണ്ടോ, ഇതേപോലെ പൊക്കിയതിന് ശേഷം പതുക്കെ ബെഡിൽ നമ്മൾ വലിച്ച് കിടക്കുന്ന പൊസിഷനിൽ തന്നെ പുറത്തോട്ടെടുത്തു. ഇനി നമുക്ക് ഈ ബെഡിലുള്ള പൊസിഷനിൽ നിന്ന് നമുക്ക് ഇവനെ ചെയറിന്റെ പൊസിഷനിലേക്ക് മാറ്റണം. അപ്പൊ അതിന് നമ്മൾ ഇവർക്ക് കാലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് നമ്മളിവിടെ ഒരു ലെഗ് റെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് കയറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ കാലിന്റെ ഭാഗം ഇതേപോലെ കുറച്ച് നമ്മളൊന്ന് താഴ്ത്തേട്ടാക്കി കൊടുക്കുക. അതിനുശേഷം ഇവരുടെ ഹെഡ് ഭാഗം നമ്മൾ റേസ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതേപോലെ കറക്കി 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 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈസി ബെഡ് ആൻഡ് ചെയർ എന്ന് പറയുന്ന ഈ ഐറ്റം ഈസി ചെയർ എന്നുള്ള കണ്ടീഷനിലെത്തി. ഇനി നമുക്ക് ലെഗ് കുറച്ചും കൂടി അവർക്ക് സൗകര്യം വേണമെങ്കിൽ അതേപോലെ നമുക്ക് താത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഹൈഡ്രോളിക്കിന് ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പഴയ പൊസിഷനിലേക്ക് എത്താം. അപ്പൊ ഇതേപോലെ തന്നെയുള്ള 2 പ്രൊഡക്റ്റ് കൂടി നമുക്ക് വേറെയുണ്ട്. ഇരിക്കുന്ന ആളുകളെ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ഇരിക്കുന്ന ആളുകളെ എടുത്തുകൊണ്ട് പോയി വണ്ടിയിലേക്ക് കയറ്റി ഇറക്കുകയും ചെയ്യുന്നതായ ഈസി പിക് ചെയർ ഫസ്റ്റ് എന്ന് പറയുന്നതും ഈസി പിക് ചെയർ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് നേരെ ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് നമ്മൾ വാട്സപ്പ് വഴി അയച്ചു തരാട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇവരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോവുക, കുളിപ്പിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഇത് കണ്ട ഇവരെ നമ്മൾ ബാത്റൂമിനുള്ളിൽ കൊണ്ടുവന്നേക്കുവാണ്. ഈ ബാത്റൂമിനുള്ളിൽ കൊണ്ടുവന്ന ആദ്യത്തെ കാര്യം ഇവരെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ക്ലോസറ്റിന്റെ മേളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ ഇവർ ഇരിക്കുന്ന ഭാഗത്ത് ഒരു ഹോള് വന്നാലാണ് അവർക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന് വേണ്ടി ഒരു ലോക്ക് നമ്മൾ അൺലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസറ്റിന്റെ അതേ വലിപ്പമുള്ള ഒരു ഹോൾ ഇതിനകത്ത് കിട്ടും. അതിനുശേഷം നമ്മൾ ഇവരെ നേരെ ക്ലോസറ്റിന്റെ മേളിലേക്ക് നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുപോകുന്നു. നിർത്തിയതിന് ശേഷം നമ്മൾ ഹൈഡ്രോളിക് ഇതേപോലെ അങ്ങ് റിലീസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർ താഴ്ന്നു വന്നിട്ട് അവർക്ക് അവിടെ ഇരുന്ന് അവരുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. എല്ലാ ബാത്റൂമുകൾക്കും ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ക്ലോസറ്റ് ഇതേപോലെ വന്നോളണമെന്നില്ല. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ സമയത്ത് അതിന്റെ അടിയിൽ ഒരു പാൻ വെച്ച് കൊടുത്താൽ അവിടെ കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇനി ഇവരെ ഇവിടെ ഇരുത്തി കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുവാണ്. ഷവർ എടുക്കുക, ഇവരെ ഭംഗിയായിട്ട് നമ്മൾ കുളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ കുളിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് വെള്ളം വീഴും എന്നുള്ള കാര്യം. അപ്പൊ അത് വെള്ളം വീണ് കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടി ഇതിന്റെ മേളുഭാഗം ഫുള്ള് നമ്മൾ ചെയ്തേക്കണം 304 സ്റ്റെയിൻലെസ് സ്റ്റീലും, അടിഭാഗം ചെയ്തിരിക്കുന്നത് ഫുൾ അലൂമിനിയത്തിൽ വെൽഡ് ചെയ്തിട്ടുമാണ്. ഒഴിവാക്കാൻ പാടാത്ത കുറച്ച് ഭാഗത്ത് മാത്രമേ അയൺ കണ്ടന്റ് ഉള്ളൂ. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ 10 വർഷത്തോളം അമേരിക്കയിലെ അമേരിക്കൻ നേവിക്ക് യുദ്ധക്കപ്പൽ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയായിരുന്നു നമുക്ക്. അപ്പൊ അവിടെയൊക്കെ കിട്ടുന്ന പ്രൊഡക്റ്റിനേക്കാളും ഹൈ ക്വാളിറ്റിയിലായിരിക്കും നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ചെയ്യണേ. അതിപ്പോ നമ്മുടെ വൃക്ഷങ്ങളിൽ നിന്ന് മാങ്ങാ തേങ്ങ അടക്ക വറക്കുന്ന ഈസി തോട്ടി ആണെങ്കിലും നമ്മുടെ ഈസി ലാഡർ ആണെങ്കിലും നമ്മുടെ ഈസി പിക് ചെയർ ആണെങ്കിലും എല്ലാം നമ്മൾ ഹൈ ക്വാളിറ്റി തന്നെയായിരിക്കും ചെയ്യണേ. എന്ന് പറഞ്ഞാൽ വേൾഡിൽ കിട്ടാവുന്ന ദ ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റുകൾക്ക് എന്തെങ്കിലും ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഫുൾ ഫ്രീ സർവീസ്, 1 രൂപ പോലും നിങ്ങളുടെ ചോദിക്കില്ല, ഫുൾ ഫ്രീ സർവീസ് ചെയ്ത് തരും. അല്ലാതെ വരുന്ന കംപ്ലൈന്റ് ആണെങ്കിൽ സർവീസ് ഉണ്ട്, അതിനൊക്കെ പേടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ ഒന്നും തന്നെ കയറ്റുന്നില്ല, കാരണം വെള്ളം നനയണമായതുകൊണ്ട്. അപ്പൊ ബാത്റൂമിലെ എല്ലാ പരിപാടിയും തീർത്തതിന് ശേഷം നമുക്ക് ഇവരെ പുറത്തേക്കൊന്ന് കൊണ്ടുപോയാലോ പോലെ പതുക്കെ പുറത്തേക്കൊന്ന് കൊണ്ടുവന്ന് അവരെ പുറലോകം ഒന്ന് കാണിക്കുക, പക്ഷികളെ കാണിക്കുക, പറവകളെ കാണിക്കുക, പച്ചപ്പുകളൊക്കെ ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു കാര്യം വേറെ ഒന്നുമില്ല. അവിടെ അസുഖം പകുതി ഓക്കെ ആയി മാറും. അപ്പൊ അതിന് നമ്മുടെ ഈ ഈസി ബെഡ് ആൻഡ് ചെയർ എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ്
അടിപൊളിയാണ്. അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ തിരുവാണിയിലുള്ള നമ്മുടെ ഈസി പ്രൊഡക്റ്റ് കമ്പനിയിലാണ്. അപ്പൊ അവിടേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കാണാം, ഇതേപോലെ ഉപയോഗിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ആ മാറ്റത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ആയിട്ട് ചെയ്തു തരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇനി ഇവരെ നമ്മളെ ബെഡിലേക്ക് പഴയതുപോലെ തിരിച്ചാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ലെഗ് പതുക്കി ഒന്നിങ്ങനെ റേസ് ചെയ്ത് പഴയ രീതിയിലേക്ക് എത്തിക്കുക. അതിനുശേഷം നമ്മുടെ ഹെഡിന്റെ ഭാഗം നമ്മൾ അല്പം ഡൗൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇതേപോലെ നമ്മൾ ഡൗൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഹൈഡ്രോളിക് ഉപയോഗിച്ച് നമ്മൾ റേസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ പഴയതുപോലെ തന്നെ ബെഡിന്റെ മേളിലേക്ക് നമ്മൾ ഈസി ആയിട്ട് നമ്മൾ കയറ്റി വെക്കുന്നു. അതിനുശേഷം ഹൈഡ്രോളിക് റിലീസ് ചെയ്ത് കൊടുത്ത് ബെഡിലാക്കി ഈ ഹാൻഡ് റെസ്റ്റ് നമ്മളിങ്ങനെ എടുത്തു മാറ്റുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. സാവധാനം ഇവരെ തിരിച്ച് ബെഡിലേക്ക് ആക്കുക. ഹൈഡ്രോളിക് വീണ്ടും നമ്മൾ പതുക്കെ റിലീസ് ചെയ്ത് കൊടുത്ത് ബെഡിനെ പതുക്കെ ഇതിലേക്ക് മാറ്റിയെടുക്കുക, ആളെ സേഫ് ആയിട്ട് കിടത്തുക. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ എറണാകുളം ജില്ലയിലുള്ള തിരുവാണിയൂർ ഈസി പ്രൊഡക്റ്റ് കമ്പനിയിൽ നിങ്ങളുടെ എൽദോ തിരുവാണിയിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അപ്പൊ എങ്ങനെയാ തിരുവാണിയൂർ വണ്ടി പിടിക്കുമല്ലേ? പോരെ.